ഉൽപ്പത്തി പുസ്തകം 42:8. യോസേഫ് സഹോദരന്മാരെ അറിഞ്ഞു, എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. ഇവിടെ യോസേഫ് ഫറവോന്റെ ഗ്രഹത്തിൻ്റെ മേലധികാരിയും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയുമാണ്. മാത്രമല്ല, ഫറവോന്റെ ഭാഷയിൽ പറഞ്ഞാൽ സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് വലിയവനായിരിക്കും. ഫറവോൻ കഴിഞ്ഞാൽ മിസ്രൈമിലെ രണ്ടാമനായി യോസേഫ് മാറി. ഇങ്ങനെ ആളുമാറിയ യോസേപ്പിൻ്റെ മുമ്പിൽ അവൻ്റെ സഹോദരന്മാർ ആളറിയാതെ നിൽക്കുകയാണ്. ദൈവം ഒരുവനെ മാറ്റിയാൽ, അനുഗ്രഹിച്ചാൽ, രക്തബന്ധങ്ങൾക്ക് പോലും ചിന്തിക്കാനും തിരിച്ചറിയാനും കഴിയാത്ത രീതിയിൽ അവനെ ദൈവം ഉയർത്തും. നാം എത്ര ഉയർത്തപ്പെട്ടാലും ദൈവത്താലാണ് നാം ഉയർത്തപ്പെട്ടതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. കഴിഞ്ഞ കാലത്തെ നാം മറന്ന് ഓടരുത്. പണ്ട് നമ്മെ ഉപദ്രവിച്ചവരെ, തള്ളിപ്പറഞ്ഞവരെ, നമ്മെ തകർക്കാൻ നോക്കിയവരെയൊക്കെ പ്രതികാര ചിന്തയോടെ നാം കാണരുത്. മറിച്ച് അവരെ ചേർത്ത് പിടിക്കണം. ദൈവം നമുക്ക് തന്ന സ്ഥാനങ്ങൾ, മാനങ്ങൾ, അധികാരങ്ങൾ, പണം, പദവികൾ, ഇതൊന്നും മറ്റൊരുത്തിനെ തകർക്കാൻ ഉപയോഗിക്കരുത്. ദൈവാത്മാവുള്ളവൻ്റെ ഉയർച്ച ഒരാളെ തകർക്കാനല്ല, മറിച്ച് തകർന്നവരെ ഉയർത്താനാണ്. അതാണ് യോസേപ്പിൽ നാം കാണുന്നത്. അത് നമ്മിലും കാണട്ടെ. ദൈവം നമ്മെയും ഉയർത്തട്ടെ. ഗോഡ്